എല്ലാവരും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ ആളുകൾക്കും കോൺഗ്രസിനെ ഇഷ്ടമാണ്. ഇന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഈ രാജ്യത്ത് ഒരു കോർപ്പറേറ്റിനും വിലക്കെടുക്കാൻ കഴിയാത്ത കരുത്തനായ നേതാവാണ്. എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ്. തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, താൻ വിശ്വസിക്കുന്ന ആശയത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ മടിയില്ലാത്ത നേതാവാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ അദ്ദേഹം നടന്നു നീങ്ങിയത് 4000 കിലോമീറ്ററാണ്. മണിപ്പൂർ മുതൽ മുംബൈ വരെ അദ്ദേഹം സഞ്ചരിച്ചത് 10000 കിലോമീറ്ററാണ്. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഇത്രയേറെ ത്യാഗനിർഭരമായ പരിപാടി ഏറ്റെടുത്തൊരു രാഷ്ട്രീയ നേതാവില്ല, പകരക്കാരില്ല. അങ്ങനെ ചരിത്രത്തിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അത്ര ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ രാഹുൽ ഗാന്ധിയെ ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുകയാണ്. കോൺഗ്രസിനെ ഈ നാട്ടിലെ ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. അവർക്ക് കോൺഗ്രസിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം, ആളുകളെ ക്ഷണിക്കണം, അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ പാർട്ടിയുടെ ബഹുജന അടിത്തറ നമ്മൾ ശക്തിപ്പെടുത്തണം. അത് മണ്ഡലം കമ്മിറ്റി വിചാരിച്ചാൽ നടക്കില്ല, വാർഡ് തലത്തിലാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്.